Hi children, welcome to my channel AKLS Star Maths class. In നമ്മൾ SSLC ഫസ്റ്റ് ചാപ്റ്ററിലെ 21 പേജ് നമ്പർ 21ലെ 5th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൻ്റെ മുന്നിലുള്ള എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഇക്വേഷൻസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഇത് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദർ ആൻഡ് വിച്ച്ലി റിമൈൻഡർ 3 ഓൺ ഡിവിസിബിൾ ബൈ 7. അതായത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട്, റിമൈൻഡർ 3 വരണം. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരുന്ന എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു സീക്വൻസ് ഫോം ചെയ്യാനാണ് നമ്മളോടിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 3-digit നമ്പർ എന്താണെന്ന് എഴുതണം കേട്ടോ. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് നമ്മുടെ 3-digit നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് എഴുതാം. 3-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതായിരിക്കാം, 100 ആയിരിക്കും. ദെൻ 101, 102, ഇങ്ങനെ പോയി എവിടെ വരെ വരും, 199 വരെ വരും. പക്ഷേ ഇതിനകത്ത് എന്താണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 നമുക്ക് റിമൈൻഡർ കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടാൻ പോണില്ല, 3 കിട്ടില്ല. നമുക്കതൊന്ന് നോക്കാം. 100നെ 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 1 × 7 7, ബാക്കി എത്രയാണ് 3 ഉണ്ട് അല്ലേ. ഇനി എത്രയിൽ പോകും, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 ആണ്. അപ്പോൾ നമുക്ക് എത്ര പോകും, 7 4s are 28. ദെൻ റിമൈൻഡർ എത്ര കിട്ടി, 2. കണ്ടോ, 100നെ 2 കൊണ്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി, 2 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിഞ്ഞൂടെ, 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് കിട്ടും, ഈ 2 മാറി ഇവിടെ 3 ആയിരിക്കും വരുന്നത് അല്ലേ. ഇത് നോക്കിയാൽ 7 1 ടൈം, ഇവിടെ 3 വന്നു, ഇത് വന്നു. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇവിടെ 7 4s are 28 കിട്ടി, 7 5s are എത്രയാണ്, 35 ആണ്. സോ ഇത് തന്നെയല്ലേ കിട്ടുള്ളൂ നമുക്ക്, 7 4s are 28. കണ്ടോ, ഇതിൽ നിന്ന് 1 കൂടെ, അപ്പോൾ ഇത് 11 ആയാലും 9 10 11 എത്ര കിട്ടി നമുക്ക്, 3 കിട്ടി. അപ്പോൾ ഇതല്ലേ ഫസ്റ്റ് ടേം, കണ്ടോ. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, ഈ 3-digit നമ്പറിൽ നിന്ന് നമുക്ക് ആദ്യത്തെ കിട്ടി 101 ആണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് മനസ്സിലായി. ഇനി അടുത്ത നമ്പർ ഏതായിരിക്കും, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്, ഡി ആണ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, CD എന്ന് പറയുന്നത് 7 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 7 കൊണ്ട് ഇതിനെ കൂട്ടിയാൽ പോരെ അടുത്ത നമ്പർ കിട്ടാൻ. 7 കൂട്ടിയാൽ എത്ര കിട്ടി, 180. ഇതിൻ്റെ കൂടെ 7 കൂട്ടിയാൽ 160. കണ്ടോ, ഇങ്ങനെ പോകും. ഇനി നമ്മൾ അവസാനത്തെ നമ്പറാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എത്രയാണ്, 999 ആണ്. പക്ഷേ ഈ 999നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും 3 എന്താണെങ്കിലും 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3 കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 7:7. ഇവിടെ എത്ര കിട്ടി, ബാലൻസ് 2 കിട്ടി അല്ലേ. അപ്പോൾ 2 9, 7 4s are എത്രയാണ്, 28. എഗെയിൻ എത്ര കിട്ടി നമുക്ക്, 1 കിട്ടി. ഇനി 9 എടുത്തിടുക, 19. 7 2s are എത്രയാണ്, 40. ബാക്കി എത്ര കിട്ടിയുള്ളത്, റിമൈൻഡർ 5. കണ്ടോ, ഇവിടെ കിട്ടിയ റിമൈൻഡർ 5 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, റിമൈൻഡർ 3 ആയിട്ടാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നോക്കിയാൽ 99 ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ 998ന് ചെയ്താൽ എത്രയായിരിക്കും വരിക, 4 ആയിരിക്കില്ലേ റിമൈൻഡർ വരിക. 997നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും വരിക, 3 ആയിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക. റൈറ്റ്, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ടേം അല്ലേ. അപ്പോൾ ഈ ഒരു സീക്വൻസിലെ ലാസ്റ്റ് ടേം ഏതായിരിക്കും, കണ്ടോ, ലാസ്റ്റ് ടേം കിട്ടുന്നത് നമുക്ക് 997 ആയിരിക്കും. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടുന്ന ലാസ്റ്റ് ടേമാണ് 997. കണ്ടോ, അപ്പോൾ അത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രകാരം എന്താണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ കിട്ടുന്ന നമ്പറിൽ ഇതാണ് നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോണേ കേട്ടോ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, XN ആയിട്ട് എടുത്തുകൂടെ, 997 അല്ലേ. അതാണ് നമ്മുടെ ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോർമുല എഴുതുക. എന്താണ് nth ടേം കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, XN = x1 + n - 1 × d. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെയും കൂടി പറയാം, ഇതിനെ AN = A + n - 1 × d എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതെഴുതി. ഇനി നമുക്ക് XNൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ എഴുതണം, 997 എഴുതുക. ഓക്കെ ആണല്ലോ, = x1
ഈ x1 എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഇത് നമ്മുടെ xn എന്ന് പറയുന്ന ആ ടേം, ലാസ്റ്റ് ടേം ആണ്. അപ്പം നമുക്ക് 997 ഈക്വൽ ടു x1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ടേം ആണ്. സോ 101 അവിടെ എഴുതുക. ക്ലിയർ ആയല്ലോ? ഇനി എന്തെടുക്കണം, n-1. നമ്മുടെ ഡി ആരാണ്, ഇവിടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. കോമൺ ഡിഫറൻസ് ആണ് 7 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ അതായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്കിവിടെ ഡിക്ക് പകരം 7 കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫോമുല ഇതാണ്, xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ xn ആണ്, ഈ ലാസ്റ്റ് ടേം ആണ് xn എന്ന് പറയുന്നത് അല്ലേ, nth ടേം ആണത്. അത് എത്രാമത്തെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ xnൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ നമ്പർ എഴുതിയിട്ടു. അപ്പോൾ x1 എന്ന് പറയുന്ന ആരാണ്, ഫസ്റ്റ് ടേം ആണ്. സോ 101 ഇവിടെ എഴുതി. n-1 നമുക്കറിയില്ല, ദെൻ ഡിഫറൻസ് നമുക്കറിയാം. ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ ഈ കിടക്കുന്ന 7 തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 101നെ നമുക്ക് ഇപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. സോ 997 ഇതിനെ ഇപ്പറേക്ക് എടുത്തപ്പോൾ അതെന്തായി മാറി, -101 എന്ന്. ഓക്കെ, പിന്നെ ബാക്കി എന്താ ഉള്ളത്, ഇതല്ലേ ഉള്ളൂ. സോ n-1 ഇൻറ്റു 7 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 7 ഇപ്പറേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഈ 997ൽ നിന്ന് 101 റെഡ്യൂസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 896 കിട്ടും. ഈക്വൽ ടു എന്താ ഉള്ളത്, n-1 ഇൻറ്റു 7 ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇനി 7 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഇൻറ്റു 7 ആയതുകൊണ്ട് ഇപ്പറേ വരുമ്പോൾ അത് എന്തായി, ഡിവിഷനാവും മാറും. അപ്പോൾ 896 ഡിവൈഡഡ് ബൈ 7 അല്ലേ, ഈക്വൽ ടു n-1. ഇത്രയൊക്കെ ആയാലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി 7 ഇതിൽ പോകുന്നതാണ്. എത്ര ടൈംസ് പോകും, 128 അല്ലേ. 7 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 128 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോറി, ഇവിടെ n-1. ഇനിയോ ഈ 1നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഇനി ഇതിനെ കൊണ്ടുവരിക. ആദ്യം നമ്മൾ 7 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഇനി നമ്മൾ ഈ 1നെയും കൂടെ കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ -1 ആണല്ലേ. സോ 128 -1 ആകുമ്പോൾ എന്തായി, +1 ആയി, ഈക്വൽ ടു n. അപ്പം നമുക്ക് എന്താ കിട്ടിയത്, 129. കണ്ടോ, നമുക്ക് പറഞ്ഞൂടെ, therefore n is equal to 129 എന്ന്. ഓക്കെ ആണല്ലോ? സോ 129th ടേമാണ് ഏത്, ഇത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, എത്ര നമ്പേഴ്സാണുള്ളത്, ഈ ഒരു 3 ഡിജിറ്റ് നമ്പറിനകത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുന്നത്, 3 റിമൈൻഡർ കിട്ടുന്ന എത്ര നമ്പേഴ്സാണുള്ളത്, 129 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ ഈ സം. അപ്പോൾ നമുക്കിനി അടുത്ത സം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സേ ഫിൽ അപ്പ് ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ഗിവൻ സ്ക്വയർ. ഇതാണ് കേട്ടോ ഗിവൻ സ്ക്വയർ എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം ഫോം ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ റോ ആയാൽ നോക്കിയാലും അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും, കോളമായിട്ട് നോക്കിയാലും നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം റെഡ്യൂസ് ചെയ്താൽ 1 കിട്ടി. അതുപോലെ എന്താ, ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്താൽ അങ്ങനെ സെയിം റെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഓരോ ടേമിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ സെയിം നമ്പർ ആയിരിക്കും കിട്ടുക. അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാലും അതുപോലെ തന്നെ നമുക്ക് കിട്ടണം. 3 - 1 5 - 1 ഇതൊക്കെ. ഇതിൽ ആൻസർ ഒന്നും ഇല്ല കേട്ടോ. അതായത് ഒരു കുട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്, പഴയ ടെക്സ്റ്റാണ് ഇന്ത്യയിൽ ഇരിക്കുന്നത്. ഇവിടെ ഉള്ളത് ഇവിടെയും ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്, ദെൻ 7 ഉണ്ട്, 28 ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ഇതുപോലെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. കണ്ടോ, 1 4 7 28 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ കോളം വൈസ്, റോ വൈസായിട്ടും കോളം വൈസായിട്ടും എന്താ വരേണ്ടത്, അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ വരണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എന്തായിട്ട് എടുക്കാം, x1 അല്ലേ, ആദ്യത്തെ നമ്പർ അത് ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. x1 ഈക്വൽ ടു 1 ആണ്. ഇനി നോക്കിയേ 2 3 4. അപ്പോൾ ഇത് 4th ടേമാണ് നമുക്ക് തന്നിട്ടുള്ളത് 7. സോ നമുക്ക് x4 ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം, 7 ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഡിഫറൻസ് കാണണം അല്ലേ. ഇനി ഡിഫറൻസ് കാണാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, x4 - x1 അല്ലേ, x4 - x1 ബൈ 4 - 1. കണ്ടോ, അപ്പോൾ ഈ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല എന്താണ്, ഇവിടെ വരുമ്പോൾ നമുക്ക് 4th ടേമും ഫസ്റ്റ് ടേമുമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് x4 - x1 ബൈ 4 - 1 ഇതെന്താണ്, പൊസിഷനാണ് കേട്ടോ. അതായത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് നമുക്കിതിനെ പറയും. എന്താ പറയുക, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടേം എന്ന് പറയുന്നത് x4 എന്ന് പറയുന്ന ആൾ ആരാണ്, 7. x1 എന്ന് പറയുന്നത് ആരാണ്, 1 ബൈ 4 - 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 3 കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 6/3. ഇത് എത്രയിൽ പോയി, 2 കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് 2 കിട്ടി. അപ്പോൾ ഡിഫറൻസ് 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1ൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് എന്താണ്? ഡിഫറൻസ് 2 ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഡിഫറൻസ് 2 ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ഈ 1ൻ്റെ കൂടെ ആഡ് ചെയ്താൽ പോരെ? ഡിഫറൻസ് കൂട്ടിക്കൂട്ടിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ 1ൻ്റെ കൂടെ ഈ 2 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. ഇനി 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ എത്ര കിട്ടി? 5 കിട്ടി. 5ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 7 കിട്ടി. അപ്പോൾ ഈ റോ ക്ലിയർ ആയില്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ ഫോം ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് വേണമെന്നുണ്ടെങ്കിൽ എഴുതി തരാം കേട്ടോ. ഫസ്റ്റ് ടേം എന്തായിരുന്നു? 1 ആണ്. സോ 1 + 2 എത്ര കിട്ടി? 3 കിട്ടി. ഇനിയോ ഈ 3ൻ്റെ കൂടെ +2 = 5 കിട്ടി. കണ്ടോ? ഈ 5 കിട്ടി. ഇനി നോക്കിയേ, ആ 5ൻ്റെ കൂടെ ഈ 2 ഒന്ന് ആഡ് ചെയ്ത് 7 കിട്ടി. അപ്പോൾ അതിൻ്റെ ഈ ഫസ്റ്റ് റോ നമ്മൾ ഓവർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യാം അല്ലേ? അതായത് ഈ കോളം ചെയ്യാം. 4ഉം 28 ആയിട്ടുള്ള ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ്? x1 = 4 ആണ്. ഇനിയോ x4 = എത്ര കിട്ടിയിരിക്കുന്നത്? 28 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താണ് ഫോർമുല? ടേൺ ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, വിച്ച് മീൻസ് വാട്ട്? x4 - x1 / 4 - 1. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x4 എന്ന് പറഞ്ഞാൽ 28 ആണ്. x1 എന്ന് പറഞ്ഞാൽ ആരാണ്? 4 ആണ്. ഓക്കെ ആണല്ലോ. /3 കിട്ടി. കണ്ടോ? = 24/3. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 8 കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4ൻ്റെ കൂടെ 8 ആഡ് ചെയ്താൽ പോരെ? കണ്ടോ? ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4ൻ്റെ കൂടെ 8 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. സോ ഇവിടെ നമുക്ക് 12 കിട്ടി. 12ൻ്റെ കൂടെ ഇനിയും ഡിഫറൻസ് ആയിട്ടുള്ള 8 ആഡ് ചെയ്യുക. എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 12ൻ്റെ കൂടെ 8 ആഡ് ചെയ്ത് എത്ര കിട്ടി? 20 കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? 20. കണ്ടോ? ഈ 20യുടെ കൂടെ ഈ കിട്ടിയ ഡിഫറൻസ് ആയിട്ടുള്ള 8 ആഡ് ചെയ്തല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 28. അപ്പോൾ അത് കവർ ആയില്ലേ? ഓക്കെ, ഇനി ഇതാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അതെ, 1 2 3 4 അല്ലേ? അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ എഴുതി പോകും. കണ്ടോ? 1 2 3 4. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? 1ഉം 4ഉം കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത് 1 ആയിരിക്കും. ഇത് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. അതെ, നോക്കാം. x4 എന്ന് പറയുന്നത് എത്രയാണ്? 4 തന്നെയാണ്. x1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറൻസ് ചെയ്യാം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? x4 - x1 / 4 - 1. x4 എന്ന് പറഞ്ഞാൽ 4 ആണ്. x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. /3. സോ നമുക്കിവിടെ എന്ത് കിട്ടി? 3/3. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുന്ന? 1. സോ ഈ 1ൻ്റെ കൂടെ ആഡ് ചെയ്യപ്പോൾ 2 കിട്ടി. 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യപ്പോൾ 3 കിട്ടി. 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യപ്പോൾ 4 കിട്ടി. സോ അത് ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ചെയ്ത് നോക്കാം. അതായത് നോക്കി, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ പോരെ നമുക്ക്? ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? x4 - x1 ചെയ്യുക അല്ലേ? x4 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? 12 ആണ്. x1 3 ആണ്. സോ നമുക്കിവിടെ എന്തെഴുതാം? എനിക്ക് 12 - 3 എന്ത് തന്നെ കൊടുക്കണം? 4 - 1. അപ്പോൾ 12 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 9 അല്ലേ കിട്ടുന്നത്? 9/3. 3 ഇതിൽ എത്ര ടൈംസ് പോയി? 3 കിട്ടി. കണ്ടോ? അപ്പോൾ ഇനി 3 ആഡ് ചെയ്ത് പോയാൽ പോരെ എത്രയ്ക്ക്? കണ്ടോ? 3യുടെ കൂടെ 3 ആഡ് ചെയ്താൽ എത്ര കിട്ടി? 6. 6ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് 9. 9ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടി. സെയിം മെത്തേഡ് തന്നെ 5ഉം 20ഉം ചെയ്യുക. കണ്ടോ? ഇവിടെ ഇനി 5ഉം 20ൻ്റെ മിഡിലുള്ള 2 ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെയാണല്ലോ. ഡി എന്ന് എഴുതുക. ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? x4 - x1. അതിൽ x4 തന്നിട്ടുള്ള 20 ആണ്. x1 തന്നിട്ടുള്ള എത്രയാണ്? 5 ആണ്. /4 - 1. സോ ഇതിന് റെഡ്യൂസ് ചെയ്ത് എത്ര കിട്ടി? 15/3. ഇതിൽ പോയാൽ എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ 5 ആഡ് ചെയ്ത് പോയാൽ പോരെ? കണ്ടോ? 5 + 5 എത്രയാണ്? 10. 10 + 5 എത്രയാണ്? 15. 15 + 5 20. ഇപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് അല്ലേ? നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. അത് തന്നെ ചെയ്തെടുക്കില്ലേ? ഇതുപോലെ തന്നെയുള്ളൂ ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. അത് വേണമെന്നുണ്ടെങ്കിൽ സംശയമുള്ള കുട്ടികൾക്ക് അതും കൂടി ചെയ്തു തരാം അല്ലേ? അതിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുക? x4 - x1 = 28 ഇവിടെയൊക്കെ 4 - 1 കേട്ടോ. മറന്നു വിടാനായിട്ട്. ഇവിടെ ഉണ്ട് 4 - 1. സോ 28 - 7/4 - 1. സോറി, 4 - 1 എന്ന് പറയുമ്പോൾ 28ന് 7 റെഡ്യൂസ് എത്ര കിട്ടുന്നത്? 21/3. ഇത് പോയാൽ എത്ര കിട്ടും?
ഡിഫറൻസ് നമുക്ക് കിട്ടി 7 കണ്ടോ. അപ്പോൾ ആ 7 ഇതിൻ്റെ കൂടെ കൂട്ടുക. 7 14 കിട്ടും, ഇതിനോട് കൂട്ടിയ 21 കണ്ടോ. ഓക്കെ, കണക്ക് എളുപ്പമുള്ള കണക്കല്ലേ. ഇത് കാണുന്ന കുട്ടികളെല്ലാവരും നല്ലപോലെ പഠിക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. പിന്നെ ചാനലിൻ്റെ പേര് മറക്കരുത്, LKLS സ്റ്റാർ മാത്സ് ക്ലാസ് എന്നാണ് കേട്ടോ. +2 വരെയുള്ള എല്ലാ സംസുകളും അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.